വ്യൂവേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. മക്കളെ, റിമ മിസ് ആണ് കേട്ടോ. എടാ, എന്താണ് ജനാധിപത്യം, എന്താണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് അല്ലേ? നോക്കിക്കോ, ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ജനാധിപത്യം എന്ന് വിളിക്കുന്നത് അല്ലേ? ജനങ്ങളാണ് ഇവിടെ ജനങ്ങൾക്കാണ് ഇവിടെ റോൾ ഉള്ളത്. നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളെ ആര് ഭരിക്കണം എന്നത് നമ്മളാണ് ഇവിടെ തീരുമാനിക്കുന്നത്. നമ്മളാണ് അവരെ ഭരണാധികാരികളെ ചൂസ് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത്. നോക്കിക്കോ, ഡെമോക്രസി ഈസ് ദ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ ആർ ഗവേൺഡ് ഐദർ ഡയറക്ട്ലി ഓർ themselves or by the elected representatives അല്ലേ? ഒന്നുകിൽ നമ്മൾ ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു റെപ്രസെന്റേറ്റീവ്സ് ഇല്ലേ? ആ ഒരു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ടാവില്ലേ, റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവില്ലേ? ആ ഒരു പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലേ? നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനാധിപത്യം എന്ന് വിളിക്കുന്നത് അല്ലേ? നമുക്കറിയാം, നമുക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അല്ലെ ആളുകളെ ചൂസ് ചെയ്യാൻ, നമ്മളെ ആര് ഗവേൺ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്, അതിനുള്ള വോട്ടവകാശം നമ്മൾക്കുണ്ടല്ലേ? അപ്പൊ നമ്മളാണ് ഇവിടെ ആളുകളെ ആര് നമ്മളെ ഭരിക്കണം, ആര് നമ്മളെ ഗവേൺ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അതിനുള്ള റൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ജനങ്ങൾക്കാണുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡെമോക്രസി എന്ന വേർഡ് അല്ലെ, ഡെമോക്രസി എന്ന പദം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഏത് വേർഡിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഡെമോക്രസി എന്ന വേർഡ് വന്നിട്ടുള്ളത് നോക്കാം അല്ലെ? ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മക്കളെ. ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്ന വാക്കിന്റെ ഉത്ഭവം. ഡെമോസ് മീൻസ് പീപ്പിൾ. ഡെമോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ എന്നർത്ഥം വരുന്നു. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ അധികാരം, പവർ അല്ലെങ്കിൽ ശക്തി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡെമോക്രസി എന്ന വേർഡിന്റെ ഉത്ഭവം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നായിരുന്നു. ഡെമോസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ജനങ്ങൾ എന്നർത്ഥം വരും. ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ ശക്തി അല്ലെങ്കിൽ അധികാരം, പവർ എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ ഈ ഒരു ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നമ്മുടെ ഡെമോക്രസി എന്ന വാക്കിന്റെ ഉത്ഭവം. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു ഡെമോക്രസി, നമ്മുടെ ഈ ഒരു ജനാധിപത്യം കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നതായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഓരോന്നിനെ കുറിച്ചും ഉണ്ടാവും അല്ലേ? ഈ അഭിപ്രായങ്ങളെ ഒക്കെ മാനിക്കുക എന്നത് ജനാധിപത്യം നമുക്ക് തന്നിട്ടുള്ള അവകാശമാണ് അല്ലേ? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നത് ജനാധിപത്യ രീതിയുടെ ഭാഗമാണ്. ഇനിയിപ്പോ ആ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ, നമ്മുടെ അഭിപ്രായങ്ങളോട് ആർക്ക് വേണമെങ്കിൽ യോജിക്കാം അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും യോജിക്കാതിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും അവകാശമാണ്. അതിനുള്ള റൈറ്റ് നമ്മൾക്ക് ജനാധിപത്യം നൽകിയിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്യാണ്. നമുക്ക് ഇവിടെ വയനാട് പോകാം, നമുക്ക് ഊട്ടി പോവാം, കൊടൈക്കനാൽ പോവാം എന്നൊക്കെ പറയാന്ന് വെച്ചോ. നമ്മൾ അവരുടെ ഒക്കെ അഭിപ്രായങ്ങൾ, അവരുടെ ഒക്കെ ഒപ്പീനിയൻസിന് നമ്മൾ മാനിക്കുന്നുണ്ട് അല്ലേ? എന്നിട്ട് ആ ഒരു ഒപ്പീനിയനിൽ നമുക്ക് ആർക്കും അതിൽ വേണമെങ്കിൽ യോജിക്കാം അല്ലെങ്കിൽ യോജിക്കാതിരിക്കാം. അത് നമ്മുടെ റൈറ്റ് ആണ്. അപ്പൊ ജനാധിപത്യം നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ അവിടെ പ്രകടിപ്പിക്കാനും യോജിക്കാനോ യോജിക്കാതിരിക്കാനോ ഉള്ള റൈറ്റ് ജനാധിപത്യം, ഡെമോക്രസി നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ എന്താണ് മക്കളെ പറഞ്ഞത്? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നത് ജനാധിപത്യ രീതിയുടെ ഭാഗമാണ്. ആ അഭിപ്രായങ്ങളോട് നമുക്ക് വേണമെങ്കിൽ യോജിക്കുകയോ അല്ലെങ്കിൽ യോജിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇത്രയുള്ളടാ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.